ഹായ്, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി കോളിഫ്ലവർ മസാല കറി. ഇത് തയ്യാറാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: കോളിഫ്ലവർ, ചോപ്പ് ചെയ്ത സവാള, ടൊമാറ്റോ പ്യൂരി, പച്ചമുളക്, ജിഞ്ചർ, ഗാർലിക്, പെരുംജീരകം, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല. മല്ലിയില. കറി തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യമായി ചൂടായ പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായതിനു ശേഷം ചതച്ച് വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുക. നന്നായി മൂത്ത് വരുമ്പോഴത്തേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർക്കുക. 3 ചെറിയ സവാളയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. മീഡിയം ഫ്ലെയിമിലിട്ട് സവാള നന്നായി വഴറ്റുക. സവാള ഒന്ന് വാടി തുടങ്ങിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. സവാള നന്നായി മൂത്ത് ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റുക. 2 പച്ചമുളക് കീറിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ സവാള നന്നായി മൂത്ത് ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർക്കുക. പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ നന്നായി വഴറ്റുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർക്കുക. മസാലകളെല്ലാം മൂത്തതിന് ശേഷം ടൊമാറ്റോ പ്യൂരി ചേർക്കാം. 2 വലിയ തക്കാളി അരച്ചെടുത്തതാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എണ്ണ വിട്ട് വന്നതിന് ശേഷം ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർക്കാം. മീഡിയം സൈസ് കോളിഫ്ലവറിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. ഈ കോളിഫ്ലവർ കട്ട് ചെയ്ത് അരമണിക്കൂർ ഉപ്പും മഞ്ഞളും ചേർത്ത് വെള്ളത്തിൽ വെച്ച് ക്ലീൻ ചെയ്തെടുത്തതാണ്. മുകളിൽ കുറച്ച് മല്ലിയില വിതറാം. ഇനി ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് കുക്ക് ചെയ്യുക. മസാലയെല്ലാം കോളിഫ്ലവറിലേക്ക് പിടിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. പത്ത് മിനിറ്റിന് ശേഷം ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് കുറുകി വരുന്നത് വരെ അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. കറി നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കോളിഫ്ലവർ മസാല കറി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.